റസിയ, ആ എന്താടാ ചെയ്യുന്നത്? ഞാനിത് വരുന്നു. വന്ന എന്താ അവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു, ചെയ്യായിരുന്നു. പണിയാ? ആ ഇതൊക്കെയാ ഗ്രൂപ്പില് മെസ്സേജുകൾ വന്ന് കിടക്കണ്ടല്ലോ. ഏ ഇവിടെ ഇന്നല്ലേ നിങ്ങളെ കൂട്ടുകാരൊക്കെ കൂടി ഒത്തുകൂടുന്നു, ഗെറ്റ് ടുഗദർ, 10ാം ക്ലാസ് ബാച്ച്. ഞാൻ പോണില്ല. ഏ ഞാൻ പോണില്ല. ഒന്നാമത് 10 ഇവിടെ മണിയാവാനായി. 9 മണിക്ക് ഇപ്പൊ 9 മണി. റെഡി ആയാലല്ലേ 10 മണിക്ക് അവിടെ എത്തുള്ളൂ. അതെ, ഞാൻ പോണെന്നൊക്കെ തന്നെ വിചാരിച്ചത്, പക്ഷെ ഞാൻ പോണില്ല. എന്താ അത് ഒന്നാമത്തത് ഇവിടെ കുറെ പണിയുണ്ട്. ഇന്നിപ്പോ ഒരു സൺഡേ കിട്ടിയതല്ലേ, കുട്ടികളെ കാര്യങ്ങളൊക്കെ, പിന്നെ കുറെ അലക്കാണ്ട്, ഉമ്മാന്റെ കാര്യങ്ങളില് 1-2 സ്ഥലങ്ങളിലൊക്കെ പോവാണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ ഇത് പോയാൽ ശരിയാവില്ല. ഇങ്ങോട്ട് നോക്ക്. ഇതൊന്നല്ല കാര്യം, വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ചിരിപ്പിക്കാൻ. എന്റെ പഴയ കാമുക അവിടെ വെച്ചിട്ടാ. പിന്നെന്താ എനിക്ക് പഴയ കമ്പക്കെട്ട് നിങ്ങളെ ആരോ പറഞ്ഞു. അല്ല, ഊഹിക്കാലോ. സാധാരണ ഗെറ്റ് ടുഗദറിനൊക്കെയാണ് ഇപ്പൊ റീജോയിനിങ് കാര്യങ്ങള്, ലവ് റീസ്റ്റാർട്ട് ചെയ്യണമൊക്കെ. സാധാരണ എല്ലാ ഭർത്താക്കന്മാരും ഇതിന് പോണ്ടെന്നാ പറയാ. എന്നാ ഇവിടെ ഒരാള് എന്തെങ്കിലും തലേന്ന് ഒഴിയാനാ. അങ്ങനെയാണെങ്കി അങ്ങനെ ഉണ്ടായിക്കോട്ടെ ചേട്ടാ. പിന്നെ ഇത് പറയും, പോവാത്തതിന്റെ കാര്യം പറയും, ചിരിക്കല്ലേ, ആളെ ഇതാക്കല്ലേ. ഞാനത് പോണില്ല. കാര്യം പറയും, എന്താണ് പോണ്ടതല്ലേ, എല്ലാരും കൂടി കൂടണതല്ലേ. പലരും ഗൾഫിൽ നിന്നൊക്കെ വന്ന്, നിന്റെ ഒപ്പം പഠിച്ചിരുന്ന പെൺകുട്ടികളും അവരൊക്കെ പലരും പല സ്ഥലത്ത് സെറ്റിൽഡ് ആയതാണ്. അപ്പൊ അവരൊക്കെ വന്നിട്ട് എല്ലാരും കൂടി ജോയിൻ ചെയ്യുന്നത് നല്ലതല്ലേ, രസല്ലേ. നമ്മളൊക്കെ ചെന്നവർക്ക് തള്ളച്ചിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട്. തള്ളച്ചി പറഞ്ഞ അവരും നിന്റെ പ്രായമായിട്ടുണ്ടാവുമല്ലോ, പിന്നെന്താ. പക്ഷെ അവരെക്കാളും പ്രായം കൂടുതൽ തോന്നിക്കൊക്കെയാണ്. ഞാൻ കുറച്ച് തടിയൊക്കെ ഉള്ളതല്ലേ. അയ്യോ, ഇതാണ് വിഷയം. അതായത് ഒരു കോംപ്ലക്സ് അല്ലേ, എന്റെ ബോഡി ഇങ്ങനെയായോ അങ്ങനെയായോ, അല്ല, പ്രായം കൂടിയോ. ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എന്തേലും ഒന്ന് ഹലോ ഹായ് എന്ന് പറയാ, ആ തള്ളച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാം. ഞാൻ അവിടെ ചെന്ന ഫുള്ള് ഇതും പറഞ്ഞ് കളിയാക്കിയാൽ. ഇതിപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കണ എന്റെ ഗ്രൂപ്പിൽ തന്നെ വന്നിട്ട്, എന്താടാ മുടിയൊക്കെ കൊഴിഞ്ഞല്ലോ, തന്തയല്ലോ, വയറ് ചാടിയല്ലോ. സ്വാഭാവികല്ലേ, സത്യല്ലേ, കൊഴിഞ്ഞു വയറ് ചാടി. അത് സത്യല്ലേ. അപ്പൊ അത് സമ്മതിച്ചു കൊടുക്കുക. ഇതിനിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കിട്ടുന്ന ബോണസ് എന്ന് വിചാരിച്ചാ മതി. ഞാൻ പോണില്ല. എടാ, അതൊന്നൊരു പ്രശ്നമുള്ളതല്ല. ഓരോ പ്രായത്തിനനുസരിച്ച് തടി കൂടും, തല നരയ്ക്കും, മുഖത്ത് ചുളിവുകൾ വരും, പല്ല് കൊഴിയും, ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മളങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിലിപ്പോ ഇങ്ങനെ കോംപ്ലക്സ് കരുതിയിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നു, അവരെന്ത് കരുതും, ഞാൻ തടി നീ പറയാൻ മാത്രമുള്ള ഒരു തടിയൊന്നും ഇല്ല. ഇതൊക്കെ ഈ പ്രായത്തിൽ എല്ലാവർക്കും വരുന്ന തടിയാ. പിന്നെ ഈ ഇതുണ്ടല്ലോ, എന്താണ് SDOT എന്തൊരു സാധനം, ഈ PCOD ഇല്ലേ, പിന്നെന്താണ് തൈറോയിഡ്, അതുമായി ബന്ധപ്പെട്ടല്ലേ. അതൊക്കെ വരുന്ന ആളുകളുടെ ബോഡിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഇതൊക്കെ ഉണ്ടാവൂലേ. അങ്ങനെ ഓരോ പ്രായത്തിനനുസരിച്ച് അസുഖങ്ങൾ വരും. അപ്പൊ ഇനി ഇവിടുന്ന് മെയിൻ്റനൻസ് തന്നെ. മനസ്സിലായില്ലേ? അവര് പണ്ടേ അങ്ങനെ തന്നെ വെച്ചാല്, നമ്മള് ക്ലാസ്സിൽ ഏറ്റവും നീളം കുറഞ്ഞ ആളാണ്, തടി കൂടിയ ആളാണ്. അപ്പൊ അവരൊക്കെ കുറച്ചുകൂടെ നീളം, പൃക്കാച്ചി വണ്ട്, ഇതൊക്കെ നിന്ന് ഫുള്ള് കേക്കണ്ടെന്നൊക്കെ ആലോചിച്ച്. അതൊക്കെ അന്നത് കേൾക്കുമ്പോ ഒരു വിഷമം ഉണ്ടാവും, ഇന്നത് കേൾക്കുമ്പോ ഒരു സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. പിന്നെ എല്ലാവരും ഇപ്പോ ബാബു ആന്റണിയുടെ ഹൈറ്റും ക്യാപ്റ്റൻ രാജുവിന്റെ ഹൈറ്റും ഉണ്ടാവില്ല, മനസ്സിലായില്ലേ. പലരും പല തരത്തിലാണ് ഹൈറ്റ്. അതൊക്കെ ഓരോ ശാരീരിക പ്രകൃതികൾ അങ്ങനെ ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക, ആ കോംപ്ലക്സ് ഒക്കെ കണ്ട് ഒഴിവാക്കുക. ഇത് ഭയങ്കര ബാലിശാണ് കേട്ടോ ഈ ചിന്ത. ചെറുപ്പത്തിൽ നമ്മളതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോ ദേഷ്യം തോന്നും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ വലുതായിട്ടും അവരങ്ങനെ പറയോ എന്നൊക്കെ കരുതി പോവാതിരിക്കുക പറഞ്ഞ അത് വേണ. പിന്നെ തീർച്ചയായിട്ടും പോണം. അവിടെ ഇപ്പൊ നിന്നേക്കാൾ അപ്പുറമായിട്ടുണ്ടാവും തടിമാടന്മാര്, കഷണ്ടിയായവര്. ഗൾഫിലൊക്കെ പോയത് ഫുള്ള് കഷണ്ടി. നിന്റെ ഭർത്താവിന് ഇത്രയെങ്കിലും മുടിയുണ്ടല്ലോ. കഷണ്ടി അല്ലല്ലോ എന്തായാലും. അപ്പൊ അത് ഫുള്ള് മുടി പോയ ആളുകള്, പിന്നെ എന്താ പറയാ, നരച്ചിട്ടുള്ളവര് ഒക്കെ ഉണ്ടാവും ഇപ്പൊ. കൊണ്ടാക്കിത്തരാ. വൈകുന്നേരം വരെ നിൽക്കുവോ? ഞാൻ അവിടെ ആക്കി തന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ അവരൊന്ന് പരിചയപ്പെടാം, എന്നിട്ട് ഞാൻ അവിടെ പോരും. അവിടെ നിൽക്കില്ല, എന്നിട്ട് പിന്നെ എടുക്കാൻ വേണ്ടി വരാം. ഓക്കെ, റെഡി.